Yo, this is Karthikeyan and welcome back to my channel Karthikeyan Game 3 guys. അപ്പോൾ നമ്മൾ കുറേ കാലം വീഡിയോ ഇട്ട് ഏകദേശം 3 weeks എനിക്കറിയാം എക്സാംസ് ആയിരുന്നു, അതിനെക്കൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ആ സമയം തന്നെ 2-3 സ്മാർട്ട് ഫോൺസ് ഇറങ്ങിയായിരുന്നു. ഒന്ന് റിയൽമി 13 സീരീസും പിന്നെ നത്തിങ് ഫോൺ 2A പ്ലസും. അപ്പോൾ ഈ 2 സ്മാർട്ട് ഫോൺ ഇറങ്ങിയായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല എക്സാമിൻ്റെ കാര്യം കൊണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോയില്ല പറയുന്നത്, പക്ഷേ സ്മാർട്ട് ഫോണിൻ്റെ സ്പീഡ് എങ്ങനെ കൂട്ടാൻ പറ്റും, ഹൗ ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് സ്മാർട്ട് ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഭയങ്കര ലാഗ് ആവുന്നുണ്ടെങ്കിൽ ബഗ്സ് അല്ല ലാഗ്. ബേസിക്കലി എന്ത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ലാഗ്, എന്താ പറയുക, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ലാഗ്, ഭയങ്കര കുറേ ടൈം എടുക്കുന്ന ഓരോ ആപ്സൊക്കെ ലോഡായി വരാം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഞാൻ പറയുകയാണ്, ഈ ഫീച്ചേഴ്സ് 100% നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സൂപ്പർ ഫാസ്റ്റ് ആക്കുമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അത്യാവശ്യം ഒരു വ്യത്യാസമെങ്കിലും ഉണ്ടാവും, അത് ഞാൻ പ്രോമിസ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും കടയുന്നതിനേക്കും റീസ്റ്റാർട്ട് യുവർ ഫോൺ ഗൈസ്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് സിമ്പിളാണ്. ഞാൻ എല്ലാത്തിൻ്റെ ഒരു പ്രിവ്യൂ ഞാൻ ഇവിടെയൊക്കെ അയച്ച് കൊടുക്കാം. അപ്പം റീസ്റ്റാർട്ട് ജസ്റ്റ് നമ്മൾ പവർ ബട്ടൺ അമർത്തി പിടിച്ചിട്ട് അതിനകത്ത് ചില സ്മാർട്ട് ഫോണിൽ റീസ്റ്റാർട്ട് എന്നായിരിക്കും, ചിലതിൽ റീബൂട്ട് എന്നായിരിക്കും. അപ്പോൾ അത് ചെയ്ത് നിങ്ങൾക്കൊരു കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്തത് കുറച്ചൊരു പ്രശ്നമുള്ള സംഭവമാണ് അപ്ഡേറ്റ്സ് ഗൈസ്. ഇപ്പോൾ അപ്ഡേറ്റ്സ് പറഞ്ഞാൽ ഒരു ടൈപ്പ് നല്ല കാര്യമാണ് ചീത്ത കാര്യമാണ്. സംഭവിച്ചാൽ ചില സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്ത് നല്ല കാര്യമായിരിക്കും, ചില സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്താൽ ഗ്രീൻ ലൈൻ ഇഷ്യൂവും മറ്റേ ഇഷ്യൂവും ഫോണ് ചിലപ്പോൾ കൂടുതൽ ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടി വെച്ചാൽ അത്തരങ്ങൾ എല്ലാ അപ്ഡേറ്റ് കയറി തന്നെ അപ്ഡേറ്റ് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങളൊരു 1 week 2 week 3 weeks ഒക്കെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആ അപ്ഡേറ്റിനെ പറ്റി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ പേരും വെച്ച് അപ്ഡേറ്റിൻ്റെ ഇതൊക്കെ കൊടുത്ത് നിങ്ങൾ യൂട്യൂബിലും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അതിനെന്ത് പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് പൈസ കൊടുക്കേണ്ടത്. ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ എല്ലാ കമ്പനീസും നമുക്ക് വാറണ്ടി ഒക്കെ കഴിഞ്ഞൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ പുറകെ പോകണം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് നോക്കിച്ച് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ് എന്ന എല്ലാത്തും എപ്പോഴും നല്ലതാണ്, പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ അപ്ഡേറ്റ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്തൊന്ന് ഒരു 1 to 3 weeks ഒക്കെ കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ അടുത്ത സംഭവിച്ചാൽ ഫ്രീ ഓഫ് സ്റ്റോറേജ് സ്പേസ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റോറേജ് സ്പേസ്, അപ്പോൾ അതാണ് ഏറ്റവും വലിയ വില്ലൻ. സംഭവിച്ചാൽ സ്റ്റോറേജ് ഭയങ്കര കൂടുതൽ. നമ്മൾ അറിയാത്ത കാര്യത്തിൽ ആപ്സിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ 1 GB 2 GB കാണും. നമ്മൾ ചിലപ്പോൾ ഇതൊരു യൂസ് ചെയ്യാത്ത ആപ്സിലൊക്കെ ആയിരിക്കും അത്രയും ചെയ്യും. അങ്ങനത്തെ ആപ്സൊക്കെയാണ് ജസ്റ്റ് സ്റ്റോറേജ് ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കളയുക സ്റ്റോറേജ്. അപ്പോൾ അൺവാണ്ടഡ് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് വാട്സപ്പിൽ വരുന്ന വീഡിയോസ് അതൊക്കെ നമ്മൾ അപ്പോൾ കാണും. പിന്നെ കുറേ കാലം കഴിച്ച് നോക്കുമ്പോൾ സ്റ്റോറേജ് റണ്ണിങ് ഔട്ട് എന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ ഗാലറി എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഫുള്ള് മെസ്സായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒരു ദിവസം ഇരുന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം സ്റ്റോറേജൊക്കെ. അപ്പോൾ അതൊരു ഏറ്റവും വലിയ സംഭവം. നിങ്ങൾക്ക് സെറ്റിങ്സ് പോയി ക്ലിയർ ചെയ്യാം, ഗാലറിന്ന് ക്ലിയർ ചെയ്യുക, ഫയൽ മാനേജർ ചെയ്യില്ല, ഗൂഗിൾ ഫയൽസ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ക്യാഷല്ല അൺവാണ്ടഡ് ഡ്യൂപ്ലിക്കേറ്റഡ് ഫയൽസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർ ക്യാഷ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ സെറ്റിങ്സ് എടുത്തിച്ച് ആപ്സ് എടുത്തിച്ച് അതിൻ്റെ ആപ്സിൻ്റെ ഡീറ്റെയിൽസ് കഴിയുമ്പോൾ ക്ലിയർ ഡാറ്റേൻ്റെ അവിടെ ക്ലിയർ ക്യാഷ് ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ക്ലിയർ ക്യാഷ് ചെയ്യുക. ക്ലിയർ ഡാറ്റ കൊടുക്കരുത്. നിങ്ങൾക്ക് ആപ്പിൽ ഡാറ്റാസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ ഡാറ്റ കൊടുക്കാം. പക്ഷേ നിങ്ങൾ അത് ആലോചിച്ച് നോക്കുക, ഡിസ്ക്ലൈമറാണ്. ക്ലിയർ ക്യാഷ് കൊടുക്കാൻ പാടുള്ളൂ, എന്നാലും നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആപ്പിൽ മാത്രം കിട്ടും. ഞാൻ കാരണം ഫുള്ളായിട്ട് റെക്കമെൻഡ് ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വല്ലപ്പോൾ വൺസിന് ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ യൂസ് ചെയ്യുന്ന ആപ്പൊക്കെയാണ് ജസ്റ്റ് ക്ലിയർ ക്യാഷ് കൊടുക്കുക. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും, അതിനെക്കൊണ്ട് ജസ്റ്റ് ക്ലിയർ ക്യാഷ് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ഫയൽസും ഡാറ്റാസ് ഇൻഫോർമേഷൻ വേണ്ടി ജസ്റ്റ് ക്ലിയർ ഡാറ്റ തന്നെ കൊടുക്കുക. അടുത്ത സംഭവമാണ് അൺയൂസ്ഡ് ആപ്സ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയിക്കുക. അതായത് മിക്ക ആൾക്കാരും ചെയ്യുക ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്സൊക്കെ ജസ്റ്റ് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്താൽ അത്രേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സംഭവം ഉപയോഗിച്ചിട്ടുണ്ടാവും,
പക്ഷെ പിന്നെ അത് വേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ജസ്റ്റ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തേക്കാം. അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിയിൽ നല്ലോണം ബാറ്ററി എടുക്കും, ഫോൺ ലാഗും ആവും. അതിനെക്കൊണ്ട് നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക ഗൈസ്. അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്ത എന്ത് ആപ്സ് കാണുന്നുണ്ടെങ്കിൽ ഈവൻ ആപ്പ് റെക്കമെൻഡേഷൻസ് അല്ല ആപ്പ് നമ്മൾ ചില ഇപ്പോൾ ഷവോമിൻ്റെ റിയൽമി സ്മാർട്ട് ഫോൺ കുറേ ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുമല്ലോ. നമ്മൾ ഫോൺ ആദ്യം എടുക്കുന്ന എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ അതൊന്നും നോക്കില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഓരോ അൺവാണ്ടഡ് ആപ്സ് ഒക്കെ എടുക്കുക. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്താലേ സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. അത് ജസ്റ്റ് നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ മതി. അടുത്ത 2 പോയിൻറ്റ്സും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കാനുള്ള പോയിൻറ്റ്സാണ് യെസ്. അടുത്ത പോയിൻറ്റ്സാണ് ഡെവലപ്പർ ഓപ്ഷൻസ് ഗൈസ്. അപ്പം ഇത് ഞാനൊരു വാർണിംഗ് പറയാണ്. നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ ഒരു പ്രശ്നമില്ല. അത് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പേഴ്സിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സംഭവമാണ്. പക്ഷെ നിങ്ങൾ ആ ഡെവലപ്പർ ഓപ്ഷൻ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് അറിയാണ്ട് ഒരു സംഭവം ഞെക്കിപ്പോയത് സംഭവിച്ചാൽ അത് ഫോണിൽ വേറെ സംഭവങ്ങളൊക്കെ ബാധിക്കും. ഫോണിൻ്റെ സംഭവിച്ചാൽ അത് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഓണാക്കി വെച്ച് ചില സംഭവങ്ങളൊക്കെ മിസ്ബിഹേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ നിങ്ങൾ എക്സ്പേർട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ അതൊക്കെ നോക്കുക. ജസ്റ്റ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സ് എടുത്തിച്ച് നമ്മൾ ഷവോമി സ്മാർട്ട് ഫോൺസ് പോക്കോ സ്മാർട്ട് ഫോൺസ് ഒക്കെ ആണെങ്കിൽ MIUI വേർഷനിൽ 7 ടൈംസ് ടാപ്പ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ സ്മാർട്ട് ഫോൺസൊക്കെ ആണെങ്കിൽ വേറെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് ആണ് ബിൽഡ് നമ്പറിലേക്ക് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, ഇവിടെ പ്രിവ്യൂ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡീഷണൽ സെറ്റിങ്സോ അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സ് ജസ്റ്റ് ഡെവലപ്പ് ഓപ്ഷൻ സെർച്ച് ചെയ്യുക. ഒരു ഓപ്ഷൻ കാണും, നിങ്ങൾ അനേബിൾഡ് ആയിരിക്കും ഇങ്ങനെ 7 ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഏറ്റവും സ്ക്രോൾ ചെയ്ത് പോയിച്ച് ലാസ്റ്റ് അനിമേഷൻ ഉണ്ടല്ലോ അതൊക്കെ ഓഫാക്കിയിടുക. അത് അനിമേഷൻ ഓഫാക്കിയിട്ടാൽ തന്നെ മിക്ക കാര്യം ടപ്പ് എന്ന് പറഞ്ഞാൽ ഓണായി വരും. ദിസ് ട്രസ്റ്റ് മീ ഗൈസ്. അപ്പോൾ ഞാൻ ഒരാളെ ഫോണിൽ ചെയ്ത് കൊടുത്തതാണ്, അത് വർക്ക് അയച്ചുണ്ട്. ആനിമേഷൻ ജസ്റ്റ് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ഫോൺ അത്ര പണി എടുക്കേണ്ട ആവശ്യമില്ല. അത് ഒരു ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു മൊത്തം അനിമേഷൻ ഫോണ് ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ അത് വിൻഡോ ഓപ്പൺ ആയി വരിക. അതിന് വേണ്ടിയിട്ടാണ് ഈ ആനിമേഷൻസ്, ഈ 3 ട്രാൻസിഷൻ അനിമേഷൻ അതൊക്കെ ഓഫാക്കിയിടുക, ജസ്റ്റ് ഓഫാക്കിയിടുക. അപ്പോൾ അത് നിങ്ങളൊരു സ്പീഡ് അയച്ച് റിസൾട്ട് ചെയ്യും. ട്രസ്റ്റ് മീ ഗൈസ്, അതെന്തായാലും റിസൾട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ കാര്യമല്ലോ ഈ ഡെവലപ്പ് ഓപ്ഷൻ ഭയങ്കര കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ എപ്പോഴും എല്ലാം റീച്ചൊക്കെയാണ്. നിങ്ങൾ എന്തെങ്കിലും അറിയാണ്ട് ടച്ച് ചെയ്ത് പോയിച്ച് ഓണായി പോയിട്ടുണ്ടാകും. കാരണം അത് വേറെ കുറേ പ്രശ്നങ്ങൾ സംഭവിക്കും. പ്രശ്നങ്ങളല്ല, നമ്മുടെ ഫോണിൽ കുറേ എന്താ പറയുക മിസ്ബിഹേവ് ചെയ്യും. എന്താ പറയുക ഓരോ സംഭവം ചിലപ്പോൾ റാൻഡം നമ്പേഴ്സും സംഭവങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യും. അതാണ് പറയുക, അത് ഡെവലപ്പേഴ്സിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്സൊക്കെ. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് നല്ല രീതിയിൽ സൂക്ഷിച്ച് മാത്രം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഗൈസ്. അപ്പോൾ ഡെവലപ്പ് ഓപ്ഷൻസ് നിങ്ങൾ അനിമേഷൻ മാത്രം നോക്കിയത് വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. കാരണം അത് നിങ്ങൾ എക്സ്പേർട്ടൊക്കെയാണ് നിങ്ങൾക്ക് എന്തുവേണം നോക്കാം ഗൈസ്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് പറയുന്നതാണ് നിങ്ങൾ വേറെ ഒന്നും ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് അനിമേഷൻ ആക്കിച്ച് അങ്ങ് ജസ്റ്റ് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. പിന്നെ അടുത്തത് നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ ഒരു ഡാറ്റാസ് നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഒരു ഡാറ്റാസ് വേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് സ്മാർട്ട് ഫോൺ സ്പീഡാക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അത് ഫോട്ടോസ് വേണ്ട, വീഡിയോസ് വേണ്ട, ഡോക്യുമെൻറ്റ്സ് വേണ്ട, റെക്കോർഡ്സ് വേണ്ട. അതിൻ്റെ അകത്ത് ഒരു സിംഗിൾ ഡാറ്റ ഈവൻ SD കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഡാറ്റയും വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് ഫോൺ സ്പീഡാക്കി എടുക്കണം. വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ നിങ്ങൾ ഫാക്ടറി റീസെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ അതിൻ്റെ പ്രിവ്യൂ കാണിച്ചു തരാം. സെറ്റിങ്സ് എടുത്തിട്ട് ഫാക്ടറി റീസെറ്റ് കാണിച്ച് ഇറേസ് ഓൾ ഡാറ്റ അത് ക്ലിക്ക് ചെയ്താൽ മതി. 2-3 പ്രാവശ്യം പാസ്വേഡും പിന്നൊക്കെ ചോദിക്കും, നിശ്ചയം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. കെയർഫുള്ളായിട്ട് കേൾക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ഡാറ്റാസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡാറ്റാസ് വേണ്ട, അതിൻ്റെ അകത്ത് എല്ലാം പോകും. നിങ്ങൾ ആ സ്മാർട്ട് ഫോൺ ഇത്രയും കാലം എന്തൊക്കെ ഇൻഫോർമേഷൻ അതിൻ്റെ സ്റ്റോർ ചെയ്തിരുന്നോ അത് മൊത്തം പോവും. നിങ്ങൾക്ക് ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാനും പറ്റില്ല, ആ ആക്ഷൻ അൺഡു ചെയ്യാനും പോലും പറ്റില്ല. അപ്പം നിങ്ങളത് അത്രയും കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഇതൊരു അഡീഷണൽ ടിപ്പാച്ച് കരുതിയാൽ മതി. നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണ് ഫോൺ ഇത്രയും സ്റ്റെപ്സ് വെച്ച് ഒന്നും ശരിയാവുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള ഡാറ്റ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു ഡാറ്റ ഫോട്ടോസ്, വീഡിയോസ്, റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സ് എന്ത് ഡാറ്റയാണ് അതൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇറേസ് ഓൾ ഡാറ്റ എടുക്കുക. ആലോചിക്കുക, എല്ലാ ഡാറ്റയും പോവും, നിങ്ങൾക്കൊന്നും റിക്കവർ ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ അതായത് ഇത്ര എടുത്തെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
അത് നമ്മൾ അറിയാണ്ടെന്നാലും ആവില്ല, കാരണം 2-3 പ്രാവശ്യം പിന്നെ ഇതൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡാറ്റാസ് വേണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. അതൊരു അഡീഷണൽ ടിപ്പാച്ച് കരുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 സ്റ്റെപ്സ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഈ 6 സ്റ്റെപ്സും ചെയ്താൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്പീഡാവുകയുള്ളൂ, വേറെ പ്രശ്നങ്ങളും സംഭവിക്കില്ല. പക്ഷേ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് കുറച്ചൊന്ന് എന്താ പറയുക കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. അതിൻ്റെ അകത്ത് വേറെ ഒരു ഓപ്ഷൻസും ഓണോ ഓഫോ ഒന്നും ചെയ്തു പോകരുത്. അത് ഫോണിൽ വേറെ പല പ്രശ്നങ്ങളും സംഭവിക്കുക. അതിനെക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ആൻഡ്രോയിഡിലൊരു ബേസിക് ഫീച്ചറാണ് ഡെവലപ്പേഴ്സ് വേണ്ടി, അത് വേറെ ഒരു പ്രശ്നമുള്ള സംഭവമൊന്നുമല്ല. അപ്പം ഇതൊക്കെയാണ് ഗൈസ് ഈ 7 പോയിൻറ്റ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 100% ഗ്യാരണ്ടി ഒന്നുമില്ല. എന്തായാലും നിങ്ങളൊരു സ്മാർട്ട് ഫോൺ കുറച്ചൊക്കെ സ്പീഡായിട്ടുണ്ടാവും ഗൈസ് ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാം നിങ്ങൾ കെയർഫുള്ളായി നോക്കുക, ഡാറ്റാസ് ഒന്നും ഡിലീറ്റ് ആകാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മളത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഫാക്ടറി റീസെറ്റ് അറിയാലോ ഗൈസ്. അപ്പം ആ ഡാറ്റ വേണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. പിന്നെ ഡെവലപ്പർ ഓപ്ഷൻ കെയർഫുള്ളായി ചൂസ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മളത്തെ വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം, പീസ്, ബൈ.